വിവാദങ്ങൾക്കിടെ CPM നേതാവ് AK ബാലൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. മാറാട് കലാപം ആവർത്തിക്കുമെന്ന AK ബാലന്റെ പ്രസ്താവനയ്ക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയാകും ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുകയെന്നും അതോടെ മാറാടുകൾ ആവർത്തിക്കുമെന്നുമായിരുന്നു AK ബാലന്റെ വിവാദ പ്രസ്താവന. സാജിദ് അജ്മൽ ചേരുന്നു. സായിദ്, നേതൃത്വം അക്കാര്യത്തിൽ ബാലനെ സ്വാഭാവികമായിട്ടും അതിൽ ഒരു തിരുത്തൽ ഇല്ലെങ്കിൽ അത് കുറച്ചുകൂടി വിശദീകരിക്കുക എന്ന ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടാവും. കാരണം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉണ്ടായ ആ പ്രസ്താവന അതെങ്ങനെ വിവാദമായി ആളി പടർന്നു എന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടതാണ്. എപ്പോഴാണ് മാധ്യമങ്ങളെ കാണുക? എന്തായിരിക്കും പറയാൻ സാധ്യത? AK ബാലൻ 11 മണിക്കാണ് മാധ്യമങ്ങളെ കാണുക. അദ്ദേഹം എന്ത് പറയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ AK ബാലനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ LDF കൺവീനർ രാമകൃഷ്ണൻ അദ്ദേഹത്തെ തള്ളിക്കളയുന്നൊരു നിലപാട് എടുത്തു. MV ഗോവിന്ദനാണെങ്കിൽ പരസ്യമായി പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇത് പാർട്ടി നിലപാടല്ല എന്ന് പറഞ്ഞു. ഇതിൽ എന്ത് നിലപാട്, അതായത് മുഖ്യമന്ത്രി താൻ പറഞ്ഞതിലെല്ലാം തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണോ? ഈ മാറാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും UDF വന്നാൽ ആഭ്യന്തരം ഭരിക്കുകയെന്നും പിന്നീട് മാറാടുകൾ ആവർത്തിക്കുമെന്ന കാര്യം അദ്ദേഹം ഇന്നും ആവർത്തിക്കുമോ? ഈ പാലക്കാട് കലാപമുണ്ടാക്കാൻ ജമാഅത്ത് ഇസ്ലാമി ശ്രമിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിക്കുമോ എന്നുള്ളതെല്ലാം തന്നെ ഈ അല്പസമയത്തിനുള്ളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിൽ ഈ മുഖ്യമന്ത്രിയോട് ഏറ്റവും അടുപ്പം പുലർത്തുന്ന ഈ AK ബാലൻ ഈ മുഖ്യമന്ത്രി പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണോ പോവുക? അതോ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം നേതൃത്വം ഏതെങ്കിലും തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടത്തുകയും ആശയവിനിമയം നടത്തുകയും ഇതിൽ നിന്ന് പിൻവാങ്ങണം, അത് AK ബാലൻ വിശദീകരിക്കണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടോ എന്നതെല്ലാം ഇന്ന് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വ്യക്തമാകും. എന്തായാലും ഇത് നിയമപരമായ കൂടി പോവുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ പരസ്യമായി ഈ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഈ വിഷയം ഈ മാറാട് കലാപത്തിലും പാലക്കാട് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന കാര്യങ്ങളിൽ പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഈ ക്രിമിനൽ സിവിൽ കേസുകളുമായി മുന്നോട്ട് പോകുമെന്ന് ജമാഅത്ത് ഇസ്ലാമി അയച്ച വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അതിലൊരു വിശദീകരണം നൽകി ഈ സംഭവം അവസാനിപ്പിക്കാനാണോ അദ്ദേഹം ശ്രമിക്കുന്നത് എന്നുള്ളതും ഇന്ന് അറിയാൻ കഴിയും. ധന്യ.